ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഭക്ഷണത്തിന്റെ പേരിലുള്ള വമ്പൻ ഒരു ഫൈറ്റ് നടക്കുകയായിരുന്നു കേട്ടോ. അന്യായ ഒരു ഫുഡ് ഫൈറ്റ് ആയിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാനാണെങ്കിൽ കുറെ ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഫാമിലീസ് വന്നപ്പോൾ കുറെ ഫുഡ് കൊണ്ടുവന്നിരുന്നു. നോൺ വെജ് ഫുഡാണ് മെയിൻ ആയിട്ടും കൊണ്ടുവന്നത്. അക്ബറിന്റെ വീട്ടിൽ നിന്നും 35 കിലോ ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അത് ചെന്നൈ വരെ കൊണ്ടുപോയിരുന്നു. പക്ഷെ അത് ബിഗ് ബോസ് അകത്തേക്ക് കയറ്റി വിട്ടില്ല. ആകെ കുഴിമന്തി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് ഷെറീൻ പറയുന്നുണ്ടായിരുന്നു ഷമ്മി കബാബോ അങ്ങനെ കുറെ സ്റ്റാർട്ടർ ഐറ്റംസ് കൊണ്ടുവന്നിരുന്നു. അതൊന്നും കയറ്റി വിട്ടില്ല. ആകെ കുഴിമന്തി മാത്രമേ ഇവർക്ക് കൊടുത്തുള്ളൂ. അപ്പൊ ഈ വെജ് ഫുഡ് ഒന്നും തന്നെ ബിഗ് ബോസ് കൊടുത്തില്ല. അത് കുറെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതും ബിഗ് ബോസ് കൊടുത്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ജിസേൽ അനീഷിനോടും ഒനീലിനോടും ഒക്കെ പരാതി പറഞ്ഞു. അനീഷാണല്ലോ കിച്ചൺ ക്യാപ്റ്റൻ. അവരൊരു കൺസേണിന്റെ പുറത്ത് ജിസേലിനോട് ഫുഡ് ഉണ്ടാക്കിക്കൊള്ളാനായിട്ട് പറഞ്ഞു. പിന്നെ ലാലേട്ടനും പറഞ്ഞിരുന്നല്ലോ ഫുഡ് ഉണ്ടാക്കാം എന്നുള്ള അങ്ങനെ ഒരു കാര്യം. അനീഷും അക്ബറും കൂടിയാണ് പൊട്ടേറ്റോ ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തത് ജിസേലിന്. ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി വന്നിട്ട് പറയുന്നു, ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്ന എന്റെ ഫുഡ് ആരോ എടുത്തു, എനിക്ക് ഫുഡ് കിട്ടിയില്ല എന്ന്. ജിസേൽ ആ സമയത്ത് പൊട്ടേറ്റോ കറി ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നും ലക്ഷ്മി കഴിച്ചോളാനായിട്ട് അനീഷ് പറയുന്നുണ്ട്. ലക്ഷ്മിക്ക് എന്തായിരുന്നു വേണ്ടത്? ജാസ്മിൻ മൂസയും ദിയാസനയും കൂടി കൊണ്ടുവന്ന ഒരു മട്ടൻ ബിരിയാണി. അതിലായിരുന്നു ലക്ഷ്മിയുടെ കണ്ണ്, അതായിരുന്നു ലക്ഷ്മിയുടെ ലക്ഷ്യം. പിന്നെ ഇതിനിടയ്ക്കാണ് ബിന്നി അനീഷ് എന്നിവർ തമ്മിൽ മറ്റേ കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു കേസിന്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ പോലെ പഞ്ചസാര കേസൊക്കെ പറഞ്ഞ് ഭയങ്കര വാഗ്വാദമായിരുന്നു. ജിസേല് കിച്ചണിൽ കയറിയത് ബിന്നിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് ഇതിനകത്ത് ഒരു യാഥാർത്ഥ്യം. ഇതിങ്ങനെ ആള് കത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അനുമോള് വന്നിട്ട് ഒരാൾക്ക് വേണ്ടി എന്തിനാ ഇത്രയും പൊട്ടറ്റോ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ഒറ്റ ചോദ്യം. അവിടുന്ന് പിന്നെ ഈ ഫൈറ്റ് വേറൊരു ട്രാക്കിലേക്ക് പോയി. അനുമോൾ അറിയുന്നില്ല ലക്ഷ്മിക്കും കൂടി ഉള്ള ഒരു ഫുഡാണെന്ന്. പിന്നീട് ഇവർ പറയുമ്പോഴാണ് അറിയുന്നത്. അനുമോള് കുക്ക് ചെയ്യുന്നോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനീഷ്. പക്ഷെ ഇല്ല, ജിസേല് തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അനുമോള് പോകുന്നുണ്ട്. ഇതിലിപ്പോ ഈ ഒരു ഫൈറ്റ് ഇത്രയും ആളിക്കത്താൻ മെയിൻ ഒരു റീസൺ അക്ബർ ഗെയിം മാറ്റിയതാണ്. അക്ബർ ആകെ മൊത്തം മാറിയിരിക്കുകയാണ് കേട്ടോ. ഫാമിലി വന്നു പോയതിനു ശേഷം ഭയങ്കര മാറ്റങ്ങളാണ്. അനീഷിനെ സപ്പോർട്ട് ചെയ്ത് നിന്നാണ് ബിന്നിയോട് ഫൈറ്റ് ചെയ്യുന്നത്. അക്ബറിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് അക്ബറിനോട് പറഞ്ഞു കൊടുത്തത് ബേസ് ചെയ്തിട്ടാണ് അക്ബർ ഗെയിം മാറ്റിയത് എന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞ ആഴ്ച ബിന്നിയുടെ കിച്ചൺ ടീം ക്യാപ്റ്റൻസി ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അത് വെച്ചിട്ടാണ് അനീഷും അക്ബറും ഷാനവാസും ഒക്കെ ഫൈറ്റ് ചെയ്യുന്നത് ബിന്നിക്കെതിരായിട്ട്. പിന്നീട് ഈ കുത്തിത്തിരിപ്പും വഴക്കും ഒക്കെ ഗാലറിയിൽ ഇരുന്ന് രൂപൻ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അത് ലൈവിനകത്ത് കാണിച്ചിരുന്നു. ഇതിൽ ഇടപെടുന്നൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സാബുമാന്റെ പേരൻസ്, ഇപ്പോഴാണ് സാബുമാന്റെ പേരൻസ് ഹൗസിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിന്റെ ബാക്കിയായിട്ടുള്ള ഒരു ചാപ്റ്റർ 2 നമ്മൾ വൈകുന്നേരം കാണാനായിട്ട് സാധ്യതയുണ്ട്. അനീഷ് ഷാനവാസും തമ്മിൽ ഭയങ്കരമായ ഒരു വഴക്ക് നടക്കുന്ന ഒരു പ്രോമോ ഒക്കെ വന്നിരുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.